ഹംസാജൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളെ ദാവിയത്ത് സൂഫിയ തട്ടിയെടുക്കാൻ വരെ ശ്രമം നടത്തി. ആ ശൈഖുനാക്കെതിരെ തീരുമാനം വന്ന ഉടനെ സംഘടന ദാവിയത്ത്, അന്ന് ദാവിയത്ത് സൂഫിയല്ല, പേര് വന്നിട്ടില്ല. അന്ന് അരീക്കൽ പൊയിലിലെ ഹിക്മ എന്ന സ്ഥാപനം കിട്ടാൻ വേണ്ടി സംഘടന കളിച്ച കളി, അതിൻ്റെ രേഖയാണ് എൻ്റെ കയ്യിൽ. സമസ്ത കേരള സുന്നി യുവജന സംഘം സ്റ്റേറ്റ് കമ്മിറ്റി നരിക്കുനി സോണിന് നൽകിയ കത്താണ് ആദ്യത്തെ കത്ത്. നരിക്കുനി സോണിലാണ് ഉരുവട്ടൂരിലെ ഹിക്മ, അന്നത്തെ ഹിക്മ, ഇന്നത്തെ ദാവിയ സൂഫിയ. അതിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് സോൺ കമ്മിറ്റിയോട്, നരിക്കുനി സോണിലെ ഉരുവട്ടൂരിൽ SYSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹിക്മ സുന്നി സെന്ററിന്റെ ഭരണഘടന, ആധാരം എന്നിവയുടെ പകർപ്പ് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടതനുസരിച്ച് നവംബർ 20 മുമ്പ് ജില്ലാ കമ്മിറ്റിയെ ഏൽപ്പിക്കേണ്ടതാണ്. ഇവന്റെ തറവാട്ടെന്ന് കൂടുന്നാണല്ലോ. നവംബർ 20 മുമ്പ് ഏൽപ്പിക്കണം. SYSന്റെ SYS അരീക്കൽ പോയ യൂണിറ്റ് തന്നെ എല്ലാവരും കൂടി ഷെയ്ഖുനാന്റെ ആളായില്ലേ? എല്ലാവരും ഷെയ്ഖുനാന്റെ ആളായാലും സ്ഥാപനം മാത്രം ഞാൻ APR നിൽക്കൂ? ഓനുണ്ടാക്കിയല്ലോ ഈ സ്ഥാപനം. അപ്പൊ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥാപനത്തിന്റെ ആധാരം ഓനുമാണത്രേ. നവംബർ 20 മുമ്പ് ഏൽപ്പിക്കണം. സോണിന് ഈ കത്ത് കിട്ടിയപ്പോ നരിക്കുനി സോണ് അരീക്കൽ പോയിൽ യൂണിറ്റ് നൽകിയ കത്താണ്. ഈ കത്തിൽ പറയുന്നത്, നിങ്ങളെ യൂണിറ്റിലുള്ള ഹിക്മയുടെ ആധാരവും അതിൻ്റെ എല്ലാ വസ്തുവകകളുടെ രേഖകളും നവംബർ 20 മുമ്പ് സ്റ്റേറ്റ് കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഹിക്മ തട്ടിയെടുക്കാനുള്ള ശ്രമം. ശൈഖുന പറഞ്ഞു, നവംബർ 20-നല്ല, ഒരു കാലത്ത് ഒരു രേഖയും തരില്ല. അപ്പോൾ പറഞ്ഞു, എന്നാ പിന്നെ രേഖ തരൂലെന്ന് എഴുതി തരണം. അടുത്ത മറുപടി, അതും തരൂല. നിങ്ങളാര് ശൈഖുന ഉണ്ടാക്കിയ സ്ഥാപനം ചോദിക്കാൻ? ഇവരേത് ഖുറൈശിയാക്കളാ? ആരാ ഇവർക്ക് ഇതിനൊക്കെ അനുമതി കൊടുത്തത്? തട്ടിയെടുക്കാൻ സാബിയയും വരും. ഞാൻ വരുങ്ങൾ എന്താണ് ഇവരൊക്കെ? ഈ ഉദാഹരണം മുഴുവൻ കൊള്ളയടിക്കാം. എന്നിട്ട് അന്ന് പറഞ്ഞെന്താ? അന്ന് യൂണിറ്റിലെ പ്രവർത്തകരൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വിളിപ്പിച്ചിരുന്നു ഒരിക്കൽ. അന്ന് അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ സ്റ്റേറ്റ് കമ്മിറ്റിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിന്റെ ഈ വസ്തുക്കളൊക്കെ തരണമെന്നൊരു സാധ്യത വേണമെങ്കിൽ തന്നെ ഒന്നിനായ ശൈഖുനാക്ക് ശരീഅത്ത് വിരുദ്ധമായൊരു വാദം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. കുറെ വാദം പറഞ്ഞു. ലാസ്റ്റ് ഇവർക്ക് മനസ്സിലായി ഒരു സംഭവമില്ല, ഇറങ്ങിപ്പോയി. ഇന്ന് ഞാൻ 2 ചോദ്യം ചോദിക്കുകയാണ്. ഒരു ചോദ്യം, ഞങ്ങൾ അന്ന് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ശൈഖുന അസ്ഹാബുൽ വഖ്തുകളായ മശായിഖുമാർ, അവരെ സംബന്ധിച്ച് പരിശുദ്ധ ദീനിനെതിരായ ഒരു വാദം കൊണ്ടുവരാൻ 2011 മുതൽ നിങ്ങൾ തുടക്കം കുറിച്ച ശ്രമങ്ങൾ ഇതുവരെയായിട്ട് ഏതെങ്കിലും ഒരു വാദം ശൈഖുനാക്കെതിരെ, ഈ സംഘത്തിനെതിരെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ.